നമ്മുടെ റെയിൽവേയുടെ ടെക്നീഷ്യൻ പോസ്റ്റ് നോട്ടിഫിക്കേഷൻ മുൻപ് വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എക്സാം ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പലതവണ മാറ്റിയിട്ടുമുണ്ടായിരുന്നു. നിലവിൽ അതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും തംബ്നെയിലും ടൈറ്റിലൊക്കെ. അതായത് അതിൻ്റെ സിറ്റി ഇൻറ്റിമേഷൻ വന്നിരിക്കുകയാണ്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സീരിയൽ നമ്പർ 02/2025 ആണ്. സോ ഈ ഒരു പോസ്റ്റിലേക്ക് മുൻപ് വിളിച്ച നോട്ടിഫിക്കേഷൻ, അതായത് ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ ആൻഡ് വേരിയസ് കാറ്റഗറിയിലേക്ക് വിളിച്ചിട്ടുള്ള ടെക്നീഷ്യൻ ഗ്രേഡ് 3 ഇതിലേക്ക് വിളിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ എക്സാം ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 6/3/2026, 9/3/2026, 10/3/2026, 13/3/2026 എന്നീ ഡേറ്റുകളിലാണ് നടക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ സിറ്റി എക്സാമിനേഷൻ ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയാനായിട്ടുള്ള ലിങ്ക് 10 ദിവസം മുമ്പ്, പരീക്ഷയുടെ 10 ദിവസം മുമ്പ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതായിരിക്കും. നിങ്ങൾക്ക് 6-ാം തീയതിയാണ് പരീക്ഷ വരുന്നതെങ്കിൽ അതിൻ്റെ 10 ദിവസം, 9-ാം തീയതി അതിൻ്റെ 10 ദിവസം. അപ്പോൾ എങ്ങനെയാണ് ആ 10 ദിവസം ഏതാണെന്ന് മനസ്സിലാക്കാന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും കയറി ചെക്ക് ചെയ്യുക. അതായത് ഓരോ എക്സാം ഡേറ്റിനെയും 10 അല്ലെങ്കിൽ 9 ദിവസം മുമ്പ് കയറി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ആകെ ഒരു വഴി. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏകദേശം ആ ഡേറ്റിന് 4 ദിവസം മുമ്പ്, പരീക്ഷ നടക്കുന്നത് ഇപ്പോൾ 9-ാം തീയതി ആണെങ്കിൽ ആ 9-ാം തീയതിൻ്റെ 4 ദിവസം മുമ്പ് അല്ലെങ്കിൽ 3 ദിവസം മുമ്പ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടാവും. അപ്പോൾ ഇതെങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. സോ ഇതാണ് നമ്മുടെ ടെക്നീഷ്യൻ പോസ്റ്റിൻ്റെ സിറ്റി ഇൻറ്റിമേഷൻ ചെക്ക് ചെയ്യാനായിട്ടുള്ള ലിങ്ക് എന്ന് പറയുന്നത്. നേരത്തായി ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ ഇവിടെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യുക. രജിസ്റ്റർ നമ്പർ ഓർമ്മയില്ല എന്നാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്തില്ല, RRBൻ്റെ അപ്ലൈ ചെയ്താൽ അതിൽ ആപ്ലിക്കേഷൻ ഹിസ്റ്ററിയിൽ ആ ഒരു പോസ്റ്റിൻ്റെ അടുത്തായിട്ട് രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവും. അത് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട്, ഡേറ്റ്, മന്ത്, ഇയർ, ഇതാണ് നിങ്ങളുടെ പാസ്വേഡ്. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ കാണുന്ന ക്യാപ്ച കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. എന്നിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പരീക്ഷ വന്നോ ഇല്ലയോ എന്ന് കാണിക്കും. നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ അർത്ഥമാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ പരീക്ഷ ഡേറ്റ് ആയിട്ടില്ല എന്നാണ്. പിന്നെ നിങ്ങൾക്ക് മെസ്സേജും SMS കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും, ഈ മെയിലൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയും ചെക്ക് ചെയ്യുന്നതാണ്. അത് ഉറപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല മെയിൽ വരുന്നു. അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട.